നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആരാണ് ഫേവറിറ്റുകൾ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് ഞങ്ങളല്ല ഫേവറിറ്റ്സ്, അത് സ്പെയിനാണെന്ന് പറഞ്ഞുകൊണ്ട് സ്പെയിനിൻ്റെ മേലേക്ക് സമ്മർദ്ദമുണ്ടാക്കാനുള്ളൊരു ശ്രമം ദിദിയർ ദെഷാംസ് ഇന്നലെ നടത്തുകയുണ്ടായി. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് ഈ കളിയിലെ ഫേവറിറ്റ്സ്. അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾക്ക് സ്പെയിനെ നന്നായിട്ട് അറിയാം, അവർ കറണ്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്, അവർക്കെതിരെ ഞങ്ങൾ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ കഴിഞ്ഞ സമ്മറിൽ കളിക്കുകയും ചെയ്തു. സോ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവരാരാണ് എന്നുള്ളത്. വേൾഡ് കപ്പിന് മുമ്പ് ഞങ്ങളെയാണ് എല്ലാവരും ഫേവറിറ്റ്സ് ആയിട്ട് കണക്കാക്കിയിരുന്നത്, പക്ഷേ സ്പെയിനാണ് ശരിക്കുള്ള ഫേവറിറ്റ്സ്. തീർച്ചയായിട്ടും അങ്ങനെ ഫേവറിറ്റ്സ് ആകുമ്പോൾ അവരുടെ മേലെ കുറച്ചുകൂടി പ്രഷർ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അവരിതുവരെ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കാണ് വലിയ രൂപത്തിൽ സാധ്യതയുള്ളത്. അവരിപ്പം പോർച്ചുഗലിനെതിരെ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ തോറ്റു എന്നുള്ളതൊക്കെ ശരിയാണ്, എന്നാൽ പോലും അവർ തന്നെയാണ് ഈ കളിയിലെ ഫേവറിറ്റ്സ് എന്നാണ് ഇപ്പോൾ കോച്ച് അതായത് ദിദിയർ ദെഷാംസ് പറയുന്നത്. ദെഷാംസ് പറയുന്ന കാര്യം കൂടിയുണ്ട്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ രണ്ട് ടീമുകൾ വളരെ മികച്ച ടീമുകളാണ്, നമ്മളൊരു ഈവൻലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ളൊരു മാച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും താരങ്ങളുടെയൊക്കെ ഒരു ബ്രില്യൻസിൽ ഒരു പക്ഷേ കളി തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, അവർ വളരെ മികച്ച ടീമാണ്, ഒരുപാട് സ്ട്രെങ്ത് അവർക്കുണ്ട്. വേൾഡ് കപ്പിൽ ആദ്യ സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ വളരെ വളരെ ഹൈ ആയിട്ടുള്ളൊരു പോരാട്ടം കൂടി പ്രതീക്ഷിക്കണം എന്നുകൂടി ദിദിയർ ദെഷാംസ് പറയുന്നു. ചുരുക്കത്തിൽ ദെഷാംസ് ഇവിടെ ചെയ്തത് എന്താ, ഇവിടെ പ്രഷർ നേരെ സ്പെയിനിൻ്റെ തലയിലിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഞങ്ങളല്ലല്ലോ ഫേവറിറ്റ്സ് സ്പെയിനല്ലേ, അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആശങ്കകളുണ്ടാവാം. അവർ നിലവിലെ യൂറോ ചാമ്പ്യന്മാരല്ലേ, ഞങ്ങൾ തമ്മിൽ നേഷൻസ് ലീഗിൽ ഏറ്റുമുട്ടിയപ്പോൾ അവരല്ലേ ജയിച്ചത്, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഫൈനലിൽ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോർച്ചുഗലിനോട് പരാജയപ്പെട്ടതുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുമ്പോൾ അത് കൃത്യമായൊരു മൈൻഡ് ഗെയിമാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.